Hi and welcome back to my channel. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഈസി ഓണം മേക്കപ്പ് ലുക്കാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ ഡ്രേപ്പ് ചെയ്തിരിക്കുന്നത് ഒരു ട്രഡീഷണൽ ഗോൾഡ് കസവ് വരുന്ന സെറ്റ് മുണ്ടാണ്. അതിനോടൊപ്പം ഒരു വർക്ക്ഡ് ബ്ലൗസ് ആണ് ഇട്ടിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീട് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. First step skin prepping ആണ്. അതിനായി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് Plum Vit C Serum ആണ്. ഒരു 4 to 5 drops of serum എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ഫേസിലും നെക്കിലും കൂടി ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സിറം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 4 days ആകുന്നേ ഉള്ളൂ. റിവ്യൂസ് ഒന്നും പറയാറായിട്ടില്ല. ഇനി എൻ്റെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാനും അതിനോടൊപ്പം നല്ലൊരു ബേസ് ആയിട്ടിരിക്കാനുമായിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് Neutriderm Vitamin E Moisturising Lotion ആണ്. ഒരു സ്മൂത്ത് ആൻഡ് ലോങ് ലാസ്റ്റിംഗ് മേക്കപ്പ് ബേസ് ആണ് ഈ ഒരു മോയ്സ്ചറൈസർ തരുന്നത്. Neutriderm Vitamin E Moisturising Lotion ആണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി ഒരു പ്രൈമറിൻ്റെ ആവശ്യമില്ല. ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു മേക്കപ്പിനായിട്ട് ഞാൻ കൺസീലർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഡയറക്റ്റ് ഫൗണ്ടേഷൻ ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഫൗണ്ടേഷൻ K Beautyയുടെ ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷൻ ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന സ്പഞ്ച് കളർബാറിൻ്റെ സ്പഞ്ചാണ്. ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാനൊരു 30 seconds വെള്ളത്തിൽ ഒന്ന് നനച്ചതിന് ശേഷം ഒന്ന് സ്ക്വീസ് ചെയ്തെടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ആവശ്യമുള്ള ക്വാണ്ടിറ്റി ഫൗണ്ടേഷൻ എടുത്തതിന് ശേഷം ഫേസിൽ ഇതുപോലെ ഡാബ് ചെയ്ത് കൊടുക്കുക. 105Y ലൈറ്റ് എന്നാണ് ഈ ഷെയ്ഡിൻ്റെ പേര്. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ സമയത്ത് നെക്കിലോട്ടും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഐസിൽ ഞാനൊരു ലൈറ്റ് സ്മോക്കി ഐ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കാജൽ എടുത്തിരിക്കുവാണ്. ഇത് ഫേസസ് കാനഡയുടെ അൾട്ടിമേറ്റ് ജെൽ കാജലാണ്. ഐലിഡ്സിലും വാട്ടർ ലൈനിലും കൂടി കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഒരു ബ്രഷ് യൂസ് ചെയ്ത് സ്മഡ്ജ് ചെയ്താലും മതി. അതല്ല, ഇപ്പോൾ ഈ കാജലിൻ്റെ ബാക്കിൽ ഒരു സ്മഡ്ജർ ഉണ്ട്. അതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്മോക്കി ആയി ക്രിയേറ്റ് ചെയ്യാൻ സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, നന്നായി സ്മഡ്ജ് ആവുന്ന ഒരു കാജൽ വേണം ചൂസ് ചെയ്യാനായിട്ട്. ഇത് LOREAL പാരീസിൻ്റെ മിനി പാലറ്റ് ആണ്. ഇതിൽ ഒരു ബ്രിക്ക് ഷെയ്ഡാണ് ഞാൻ അടുത്തായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ബ്രിക്ക് ഷെയ്ഡിൽ നിന്നും അല്പം എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ഐലിഡ്സിലോട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഒരു ഫിനിഷ്ഡ് ലുക്ക് കിട്ടാനായിട്ട് മസ്കാരയും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ദ ഫേസ് ഷോപ്പിൻ്റെ മസ്കാരയാണ്. ഓക്കെ, അങ്ങനെ ഐ മേക്കപ്പ് കഴിഞ്ഞു. ഐബ്രോസ് ഡിഫൈൻ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസസ് കാനഡ ഐബ്രോ ഡിഫൈനിങ് പെൻസിലാണ്. ആദ്യം സ്പൂലി ബ്രഷ് യൂസ് ചെയ്തിട്ട് താഴേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യുക. ആവശ്യമുള്ള അത്രയും ഫില്ല് ചെയ്താൽ മതി. കാരണം നമ്മൾ സ്മോക്കി ഐസ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഒത്തിരി ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഐബ്രോ പെൻസിലിൻ്റെ ഷെയ്ഡ് ഡാർക്ക് ബ്രൗൺ 02 ആണ്. LOREALൻ്റെ മിനി പാലറ്റിൽ നിന്നും സെയിം ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ചീക്സിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. ഡോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫിംഗർ ടിപ്പ് യൂസ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ബ്യൂട്ടി സ്പഞ്ച് യൂസ് ചെയ്തിട്ടും കൂടി ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുവാണ്. ലിപ്സിൽ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് LOREAL പാരീസ് കളർ റിച്ച് മാറ്റ് ലിപ്സ്റ്റിക് ആണ്. 233 ആണ് ഷെയ്ഡ് നമ്പർ. ഇനി
ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നൈക്കയുടെ ഹൈലൈറ്ററാണ്. ഇതൊരു ഷിമ്മർ ബ്രിക്ക് ഹൈലൈറ്ററാണ്. സൺസെറ്റ് ലവ് എന്നാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ പേര്. ലാസ്റ്റ് സ്റ്റെപ്പ് സെറ്റിംഗ് സ്പ്രേ. ഞാൻ ഷുഗറിൻ്റെ ഗ്രാൻഡ് ഫിനാലെ ഡൂയി സെറ്റിംഗ് മിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് ഷേക്ക് ചെയ്തതിന് ശേഷം ഫേസിലോട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കൊടുക്കാൻ സമയത്ത് കണ്ണടച്ച് വയ്ക്കുക. ഒരു ഡ്യൂയി ഫിനിഷ് ലുക്ക് കിട്ടാനായിട്ടാണ് ഞാൻ ഈ ഒരു സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്നത്. യെസ്, കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓണം മേക്കപ്പ് ലുക്കാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. Take care. Happy Onam to all.